കാശ് കൊടുത്തത് ഞാനാ, പക്ഷേ ശ്രീചേട്ടത്തി കൊടുത്തതാണെന്നേ പറയൂ. ആ മനസ്സിലായി. എന്നിട്ട് ശ്രീചേട്ടത്തിയെ കൊണ്ട് പറയിപ്പിക്കും ഇത് ഞാനാണ് മേടിച്ചതെന്ന്. പതിയെ അച്ഛൻ്റെ മനസ്സിലും ഈ വീട്ടിൽ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ ഉടായിപ്പ്. അതിന് ശ്രീചേട്ടത്തിയും കൂട്ട് അല്ലേ? അപ്പോൾ വേദ പറയുന്നുണ്ട് അതെ പറയും, ഉറപ്പായിട്ടും ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയും എന്നിങ്ങനെ പറയും കേട്ടോ. ആ അങ്ങനെയാണെങ്കിൽ നന്ദിനി എടുത്ത് കിണറ്റിൽ കിട്ടും. എന്ത്? ആ ആ കാണുന്ന കിണറ്റിനുള്ളിലേക്ക് പിടിച്ച് തള്ളിയിടും എന്നിങ്ങനെ വേദ പറയുവാണേ. ഇതേ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായെന്നാൽ എന്നെ ശ്രീചേട്ടത്തി സഹായിക്കും എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ശ്രീചേട്ടത്തി ഇങ്ങനെ തലയാട്ടുന്നുണ്ട് കേട്ടോ. വാ ശ്രീചേട്ടത്തി എന്ന് പറഞ്ഞിട്ട് വേദ നമ്മുടെ ശ്രീചേട്ടത്തിനെ കൂട്ടിക്കൊണ്ട് പോവുകയാണേ. എന്നിട്ട് പോകുന്ന വഴിക്ക് പറയുന്നുണ്ട് ഏതൊക്കെയാലും നന്ദിനിയടുത്തേക്ക് മുങ്ങാനുള്ള വെള്ളമൊക്കെ ആ കിണറ്റിൽ കാണും എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഗാഥ ഇങ്ങനെ ഓട്ടോയിൽ ഓടിച്ച് അങ്ങ് അതേ വരികയാണ് കേട്ടോ. അപ്പോഴത്തേക്കിനും ഇങ്ങനെ ഓട്ടോ ഓടിക്കുന്ന സമയത്ത് ഇങ്ങനെ കാണുകയാണ് വിക്രം ചാക്കോട്ടുമായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്നത്. അപ്പം വണ്ടി നിറഞ്ഞു കേട്ടോ, കുറച്ചും കൂടി ഉള്ളൂ എടുത്ത് വെക്കാനായിട്ടൊക്കെ. അപ്പോഴത്തേക്കും നമ്മൾ അങ്ങോട്ട് വിക്രമായിട്ടാന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരുന്നുണ്ട് കേട്ടോ. വിക്രമൻ സംസാരിക്കാനായിട്ട് നിൽക്കുന്നേ ഇല്ല. ഞാൻ പറയുന്നത് കേൾക്ക് വിക്രമേട്ട, ഇതെന്താ ഈ ജോലി ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ എന്താണ് കാശുണ്ടാക്കാനാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല വിക്രമേട്ടൻ ഇങ്ങനെ ചെയ്യുമെന്ന്. ഇതല്ലാതെ മറ്റേ എന്തൊക്കെ ജോലികളുണ്ട് അതൊക്കെ ചെയ്തുകൂടെ എന്നിങ്ങനെ ചോദിക്കുക. എന്നതൊക്കെ വിക്രമൻ പറയുന്നുണ്ട് ഒരു ഗുണ്ട, ഒരു തെമ്മാടി, വേറെ ഏത് ജോലി ചെയ്യാനാ? നീ പറ എന്നിങ്ങനെ മോത്തോക്ക് സംസാരിക്കുന്നുണ്ട് കേട്ടോ. വിക്രമേട്ടന് വിദ്യാഭ്യാസം ഉള്ളതല്ലേ, ഏതെങ്കിലും ജോലിക്ക് ശ്രമിച്ചുകൂടെ എന്നിങ്ങനെ ഗാഥ ചോദിക്കുന്നുണ്ട്. എനിക്ക് കാശ് വേണ്ടത് ഇന്നാ, അപ്പോൾ ടെസ്റ്റ് എഴുതി പാസ്സായി റാങ്ക് ലിസ്റ്റിൽ പേര് വന്ന് ജോലി കിട്ടിയിട്ട് മതിയോ? അങ്ങനെ കാശ് വേണ്ടത് ഏതോ ഒരു കാലത്തല്ല എന്നിങ്ങനെ പറയുവേ. അപ്പോഴത്തേക്കിനും നമ്മുടെ ഗാഥ പറയുന്നുണ്ട് കുറച്ച് കാശ് വേണമെങ്കിൽ ഞാൻ തരാമെന്ന് പറയും കേട്ടോ. അയ്യോ വേണ്ട എന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഇനി നീയും കൂടെ സഹായിച്ച് എന്നെ ഒന്നിനും കൊള്ളാത്തവനാക്കാൻ നിൽക്കല്ലേ എന്നിങ്ങനെ പറയുവാണേ. നീ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് വിക്രമൻ വീണ്ടും ചാക്ക് എടുക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കിനും പുറത്ത് ഇങ്ങനെ ചോര കാണുന്നുണ്ട് കേട്ടോ. അയ്യോ ചോര എന്ന് പറഞ്ഞിട്ട് ഗാഥ അങ്ങോട്ടേക്കും വരുന്നുണ്ട് കേട്ടോ. ബാ ഇനി മതി നിർത്ത്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, ഞാൻ എൻ്റെ ഓട്ടോയിൽ കൊണ്ടുപോകാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കിനും അവിടുന്ന് മാനേജർ ഇറങ്ങി വന്നിട്ട് ഈ ചാക്കേട്ട് മുഴുവൻ ഇറക്കി വെച്ചിട്ട് വേണം പോകാൻ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അനാവശ്യ കാര്യങ്ങൾ കയറി ഇടപെടരുതെന്ന് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറയുവേ. അപ്പോഴത്തേക്കിനും കഥ പറയും ഞാൻ വിക്രമേട്ടൻ്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ വന്നത് പറയുന്നത്, ബാ നമുക്ക് ആശുപത്രിയിൽ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രമൻ്റെ കൈ പിടിച്ച് കുലുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും വിക്രമൻ അങ്ങ് ദേഷ്യം വരികയാണ്. ഞാൻ വിടില്ല, എൻ്റെ കൂടെ വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഗാഥ വീണ്ടും കയ്യെ പിടിച്ച് വലിക്കുകയാണ്. അപ്പോഴത്തേക്കിന് എൻ്റെ കയ്യിൽ നിന്ന് വിടാനാണ് പറഞ്ഞത് എന്നിങ്ങനെ പറയുക കേട്ടോ. ഇങ്ങനെ മുറിഞ്ഞ കൈയുമായിട്ട് ഇങ്ങനെ ജോലി എടുക്കാനായിട്ട് ഞാൻ വിടില്ല എന്നിങ്ങനെ പറയും കേട്ടോ. വിടടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രമം ഇങ്ങനെ കൈ വലിച്ചെടുക്കും.